അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിൻ എന്ന സൂറത്തിലെ 19 മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു യഖ്ളീ ബിൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ളൂന ബിശൈഇൻ ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ. വല്ലാഹു യഖ്ളീ ബിൽ ഹഖ്, അല്ലാഹു സത്യസന്ധമായി വിധി കൽപ്പിക്കുന്നു. വല്ലദീന, ഒരു കൂട്ടരെ, യദ്ഊന മിൻ ദൂനിഹി, അവനല്ലാത്തവരെ ആയി ഇവർ വിളിച്ച് ആരാധിക്കുന്ന വസ്തുക്കൾ, ലാ യഖ്ളൂന ബിശൈഇൻ, അവരൊന്നുകൊണ്ടും വിധിക്കുകയില്ല. ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയം അല്ലാഹുവാണ് കേൾക്കുന്നവനും കാണുന്നവനും. അല്ലാഹു സത്യസന്ധമായി വിധി കൽപ്പിക്കുന്നു. അവനെ കൂടാതെ അവർ ആരാധിക്കുന്ന വസ്തുക്കളാകട്ടെ യാതൊന്നും വിധിക്കുന്നില്ല. തീർച്ചയായും അല്ലാഹു തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അതാണ് ഈ ആയത്തിൻ്റെ ആശയം വരുന്നത്. വലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വആസാറൻ ഫിൽ അർള് ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്. അവലം യസീറൂ ഫിൽ അർളി, ഇവര് ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം, അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ഫയൻദുറൂ, അവർക്ക് നോക്കിക്കാണാമല്ലോ, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന്. കാനു, ആ മുൻഗാമികളായ ആളുകൾ ആയിരുന്നു, ഹും അശദ്ദ മിൻഹും ഖുവ്വതൻ, ഇവരെക്കാൾ എത്രയോ ശക്തി കൂടിയവരായിരുന്നു. ആസാറൻ, അടയാളങ്ങളെ കൊണ്ടും, അതായത് ഇവരെക്കാൾ ശക്തി കൂടിയവരായിരുന്നു. ഭൂമി ആസാറൻ ബിൽ അർളി, ഭൂമിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കിയവർ. നമ്മൾ പറയാറുണ്ടല്ലോ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ എന്നൊക്കെ. ഭൂമിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കി എന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഇവരെ ശക്തിയുടെ കാര്യത്തിലും ഇവരെക്കാൾ എല്ലാം കരുത്തരായിരുന്നു അവര്. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപത്തിൻ്റെ ഫലമായി അള്ളാഹു അവരെ പിടിച്ചു ശിക്ഷിച്ചു. വമാ കാന ലഹും, അവർക്കുണ്ടായിരുന്നില്ല, മീനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല, മിൻ വാക്ക്, യാതൊരു രക്ഷകരും യാതൊരു കാവൽക്കാരും ഉണ്ടായിരുന്നില്ല. ഇവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ഇവർക്ക് നോക്കി കാണാമല്ലോ ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന്. അവർ ശക്തി കൊണ്ടും ഭൂമിയിലുണ്ടാക്കിയ അടയാളങ്ങൾ കൊണ്ടും ഇവരെക്കാൾ ശക്തി കൂടിയവർ തന്നെയായിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിച്ചു. അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവർക്കാരും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. ذَلِكَ بِأَنَّهُمْ كَانَتْ تَأْتِيهِمْ رُسُلُهُم بِالْبَيِّنَاتِ فَكَفَرُوا فَأَخَذَهُمُ اللَّهُ إِنَّهُ قَوِيٌّ شَدِيدُ الْعِقَابِ. ذَلِكَ, അങ്ങനെ സംഭവിക്കാനുള്ള കാരണം, ബിഅന്നഹും കാനത് തഅ്തീഹിം റുസുലുഹും ബിൽ ബയ്യിനാത്തി, എന്തുകൊണ്ടെന്നാൽ അവരുടെ അടുക്കൽ
ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തവുമായി വന്നിരുന്നു. ഫകഫറു, അപ്പോൾ അവർ ആ ദൂതന്മാരെ നിഷേധിച്ച് കളഞ്ഞു. ഫഅഖദഹുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിച്ചു. ഇന്നഹു കവിയും ഷദീദുൽ ഇഖാബ്, തീർച്ചയായും അവൻ ശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب. അങ്ങനെ സംഭവിക്കാൻ കാരണം അവരുടെ അടുത്ത് ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നിരുന്നു. എന്നിട്ട് അവർ അവരെ നിഷേധിച്ച് കളഞ്ഞു. അപ്പോൾ അല്ലാഹു അവരെ പിടിച്ചു ശിക്ഷിച്ചു. തീർച്ചയായും അവൻ ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ. വലഖദ് അർസൽനാ മൂസാ, നിശ്ചയം മൂസായെ നാം നിയോഗിച്ചു, ബിആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, വസുൽത്താനിൻ മുബീൻ വ്യക്തമായ പ്രമാണങ്ങളുമായി, വ്യക്തമായ അധികാര പ്രമാണങ്ങളുമായാണ് മൂസായെ നിയോഗിച്ചത്. തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ അധികാര പ്രമാണവുമായി മൂസാ നബിയെ നാം അയക്കുകയുണ്ടായി. ഇലാ ഫിറൗന വഹാമാന വഖാറൂൻ ഫഖാലൂ സാഹിറുൻ കദ്ദാബ്. ഫിറൗൻ, ഹാമാൻ, കാറൂൻ എന്നിവരുടെ അടുത്തേക്ക്. ഇലാ ഫിറൗന വഹാമാന വഖാറൂൻ ഫഖാലൂ സാഹിറുൻ കദ്ദാബ്, അപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹം കള്ളവാദിയായ സിഹിറുകാരനാകുന്നു. ഫലമ്മാ ജാഅഹും ബിൽ ഹഖി മിൻ ഇൻദിനാ ഖാലൂ ഖ്തുലൂ അബ്നാഅല്ലദീന ആമനൂ മഅഹു വസ്തഹ്യൂ നിസാഅഹും വമാ കൈദുൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഫലമ്മാ ജാഅഹും ബിൽ ഹഖി, അങ്ങനെ നമ്മുടെ അടുത്ത് നിന്നുള്ള സത്യവും കൊണ്ട്, ഫലമ്മാ ജാഅഹും ബിൽ ഹഖി മിൻ ഇൻദിനാ, അങ്ങനെ നമ്മുടെ അടുക്കൽ നിന്നുള്ള സത്യവും കൊണ്ട് അദ്ദേഹം വന്നപ്പോൾ, ഖാലൂ, ഈ പറയപ്പെട്ട ഫിറോനും ഹാമാനും ഒക്കെ പറഞ്ഞു കളഞ്ഞു, ഖ്തുലൂ അബ്നാഅല്ലദീന ആമനൂ മഅഹു, അവൻ്റെ കൂടെയുള്ള വിശ്വാസികളുടെ ആൺകുട്ടികളെ നിങ്ങൾ കൊന്നുകളയൂ എന്നവർ പറഞ്ഞു. വസ്തഹ്യൂ നിസാഅഹും, അവരിലുള്ള പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചോളൂ എന്നും അവർ പറഞ്ഞു. വമാ കൈദുൽ കാഫിരീൻ ഇല്ലാ ഫീ ളലാൽ, സത്യനിഷേധികളുടെ തന്ത്രം പരാജയത്തിൽ തന്നെയാണ് കലാശിക്കുക. അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യവും കൊണ്ട് അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവൻ്റെ കൂടെ വിശ്വസിച്ചവരുടെ ആൺമക്കളെ നിങ്ങൾ കൊന്നുകളയുകയും സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുക. സത്യനിഷേധികളുടെ തന്ത്രം പരാജയത്തിൽ തന്നെയാണ് കലാശിക്കുക. ഖാല ഫിറൗനു ദറൂനി അഖ്തുൽ മൂസാ വൽയദൂ റബ്ബഹ ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഖാല ഫിറൗൻ, ഫിറൗൻ പറഞ്ഞു, ദറൂനി, എന്നെ നിങ്ങൾ അനുവദിക്കൂ, അഖ്തുൽ മൂസ, ഞാൻ മൂസയെ കൊന്നോട്ടെ, മൂസയെ കൊന്നുകളയട്ടെ, വല്യദൂ റബ്ബ, എന്നിട്ട് അവൻ തൻ്റെ റബ്ബിനെ വിളിച്ചു കൊള്ളട്ടെ, ഇന്നീ അഖാഫു, നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു, യുബദ്ദില ദീനക്കും, അവൻ നിങ്ങളെ മതം മാറ്റി കളയുമെന്ന്, ഔ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫിറോൻ പറഞ്ഞു, എന്നെ നിങ്ങൾ വിട്ടേക്കൂ, അല്ലെങ്കിൽ എന്നെ അനുവദിക്കണം, ഞാൻ മൂസായെ കൊന്നുകളയട്ടെ, തൻ്റെ റബ്ബിനെ അവൻ വിളിച്ചു കൊള്ളട്ടെ, അവൻ നിങ്ങളുടെ മതം മാറ്റി കളയുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. ഈ ആയത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും
അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം പരിശുദ്ധ ഖുർആനാണ്. എല്ലാവർക്കും കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടുന്ന കാര്യത്തിൽപ്പെട്ട ജാരിയായ സദക്കയായി മാറും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.